കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. കാണുവാനിന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ, പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. നിന്റെ തൂമുഖം കാണുവാനിന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ, പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. പാടുവാനങ്ങു നൽകുകിൽ, വിശ്രമം തന്നു സൗഖ്യവും തന്നു ശക്തിയും തന്നരുളേണം. മറ്റൊരു ദിനം നിൻ മഹിമകൾ പാടുവാനങ്ങു നൽകുകിൽ, വിശ്രമം തന്നു സൗഖ്യവും തന്നു ശക്തിയും തന്നരുളേണം. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തുകൊള്ളേണേ. പിതാവിൻ്റെ പക്കൽ പോകുന്നു.
പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ. ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം നേരായ കൈവല്യമാർഗം. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം. നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. പെട്ടെന്നനാഥരായി ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല. വീണ്ടും വരുന്നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും, സംപ്രീതി എന്നിൽ വളർത്തും. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നതോർത്തോർത്തു നിങ്ങൾ കേഴേണ്ട ചെന്നിൻ പിതാവിൽ ചേരുന്നതാണെന്റെ മോദം. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു.
പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാനും. നിങ്ങളെൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങളെ ലോകം വെറുത്താൽ, നിന്ദനം കൊണ്ടേ നിറച്ചാൽ, എന്നെയാണാ ലോകമാദ്യം നന്നേ വെറുത്തതെന്നോർക്കിൻ. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. അഴലേറിയുൾ തടം നീറും പ്രലപിച്ചു കണ്ണുകൾ താഴും. ഒരു നാളിലെല്ലാം നിലയ്ക്കും പരിശോഭ നിങ്ങൾ കുതിക്കും. ഞാനെൻ പിതാവിന്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. താതനെ വിട്ടു ഞാൻ വന്നു, ലോകത്തിലേക്കു ഞാൻ വന്നു. പോകുന്നു ഞാനിതാ വീണ്ടും താതനിൽ ചെന്നങ്ങു ചേരാൻ. ചുവലേരി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വേദനാജനകമായ ദിവസമാണ്. ഇന്നലെയൊക്കെ പള്ളിയുടെ കൈക്കാരനായിരുന്ന ജോസ് മുടക്കോടിയെ കർത്താവില് നിത്യസമ്മാനത്തിനായിട്ട് യാത്ര ചോദിക്കുകയാണ് നമ്മളോടെല്ലാവരോടും. ഈ അവസരത്തിൽ ചുവലേരി പള്ളി ഇടവജനങ്ങളുടെ എല്ലാവരുടെയും പേരിലും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ പേരിലും ഒക്കെ ഞാൻ ജോസേട്ടൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ അനുശോചനം അറിയിക്കുകയാണ്. ചുരുങ്ങിയ നാളുകളിൽ ഒത്തിരി കാര്യം ചെയ്യുവാൻ, പള്ളിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ജോസിയേട്ടൻ വഴി ദൈവം കൃപയായി എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ജോസിയേട്ടൻ പുതിയ ചെറുമാർ ചാർജ് എടുത്തതിന് ശേഷം വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചുള്ളെങ്കിൽ പോലും ആ കാര്യങ്ങളെല്ലാം ആത്മാർത്ഥമായി
ചെയ്യുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോസിയുടെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ഉണ്ടായിരുന്നു. പള്ളിയുടെ അനുദിന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫൊറൈനിലെ പരിപാടികളെല്ലാം ഇതൊക്കെ വളരെ തീഷ്ണതയോടുകൂടി അതേസമയം തന്നെ അവിടെ വന്ന് അന്വേഷിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. അതോടൊപ്പം ആത്മാർത്ഥതയോടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളിക്ക് ഒരു വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കുടുംബത്തിനും അതുപോലെ തന്നെ വലിയ നഷ്ടമാണ്. നമുക്കറിയാം, കുടുംബത്തിലെ ജോസിയുടെ ഭാര്യ മേരി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പള്ളി വരുന്ന ചേച്ചിക്ക് ഇതൊരു ആഘാതമാണ് അറിയാം. എങ്കിൽ പോലും വളരെ വേദനയോടുകൂടി ആണ് ചേച്ചിയും ജോസേട്ടനെ യാത്രയാക്കുക. മക്കള് സിജിയും സിജോയും, അതുപോലെ സജിയുടെ ഭാര്യ ജോഷിനിയും അബീനും അജിനും, മക്കള് അബീനും അജീനും അനീനായും, അതുപോലെ സിജിയുടെ ഭാര്യ നിമ്മിയും കൊച്ച് അൻമേരിയും ഒക്കെ ഇവരോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ജോസിയേട്ടൻ. ഒത്തിരി പ്രത്യേകിച്ച് കൊച്ചുമക്കളോട് വലിയ കാര്യമായിരുന്നു. എനിക്കതറിയാം, ഞാനത് അനുഭവിച്ചതാണ്. അപ്പോൾ ഈ മക്കളോടുള്ള വലിയ സ്നേഹം, അതിൻ്റെ പേരിൽ സർവേശ്വരൻ തീർച്ചയായിട്ടും സമ്മാനത്തിന് അർഹനാക്കുമെന്ന് വ്യക്തമായിട്ടറിയാം. പല സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു ജോസിയേട്ടന്. ബേബി, ചാക്കോ, ഫിലിപ്പ്, സാലി, തോമസ്, അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ എല്ലാം അവരോട് വലിയ താല്പര്യമായിരുന്നു. സഹോദരങ്ങളുടെ കാര്യം എന്ന് പറയുമ്പോൾ 100 നാക്കായിരുന്നു ജോസിയേട്ടന്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്ന വ്യക്തി കൂടിയാണ് ജോസിയേട്ടൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമായി ഞാൻ കരുതുകയാണ്. എന്നിരുന്നാലും നിത്യസമ്മാനത്തിന് ദൈവം വിളിക്കുമ്പോൾ പോകണമല്ലോ. നിത്യസമ്മാനം ലഭിക്കുവാൻ പ്രത്യേകിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജോസിയേട്ടൻ്റെ ആത്മാർത്ഥത, അതുപോലെ സ്നേഹം, അതുപോലെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുവാനുള്ള മനസ്സ്, ഇതെല്ലാം ജോസിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അതൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് അനുശോചനം ഞാൻ അറിയിക്കുന്നു. അതുപോലെ നമുക്കറിയാവുന്ന നമ്മുടെ മുൻ വികാരി അച്ഛൻ സുല്ലച്ചൻ വന്നു, ജോസിയേട്ടൻ്റെ ഭരണവിരാജപ്പോഴുകൂടി വന്നു. അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു, ഉള്ളതുകൊണ്ടാണ് വന്നത് നമുക്കറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ചങ്ങനേരി ഇടവകയുടെ നാമത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇപ്പോൾ മൃതസംസ്കാര ശുശ്രൂഷയിലേക്ക് കടക്കാം. സർവേശ്വരൻ നമ്മളെല്ലാവരെയും വിജയിക്കട്ടെ. ജോസിയേട്ടന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യും. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും
മകനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്റെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. അങ്ങയുടെ സന്താനങ്ങളെ ഉദാഹരണം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ എന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവനോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്ത്യമദിവസമുയർപ്പേറും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളവനക്ഷയനാകും. മർത്യരേവം സകലേശൻ നിരനാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമേ മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകി
നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരെ, വിശുദ്ധ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരുവാശ്രയിക്കാം. എൻ്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിവർത്തിക്കട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെയും പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, മരണം വഴി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മുടക്കോടിൽ ജോസിയേട്ടൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അനുശോചനം അറിയിക്കുവാനും പ്രാർത്ഥനകൾ നേർന്ന് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഒക്കെയായിട്ടാണ് നാം എല്ലാവരും ഈ ഭവനത്തിൻ്റെ മുറ്റത്ത് ഒന്നിച്ചുകൂടിയിരിക്കുക. തൻ്റെ പ്രിയപ്പെട്ട ജീവിതസഖിയുടെ വേർപാട് മേരി ചേച്ചിക്ക് താങ്ങാനാവാത്തതാണ്. തൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ വേർപാട് മക്കളായ സജിക്കും സിജിക്കും സിജോയ്ക്കും ഏറെ വിഷമമുളവാക്കുന്ന കാര്യമാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ഈ വിഷമത്തിൽ പങ്കുചേരുന്നു. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ നമ്മുടെ കൈക്കാരൻ കുറച്ച് കാലത്ത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഇടവക സമൂഹം മുഴുവനും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ആശ്വാസ വചനങ്ങളും നമുക്ക് കുടുംബാംഗങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ വിളിക്ക് സ്വയം നമുക്ക് കീഴ്പ്പെടുവാനായിട്ട് ഇവിടെ തയ്യാറാകണം. ഓരോ മരണവും ദൈവനിശ്ചയമായതുകൊണ്ട് ദൈവം നിശ്ചയിക്കപ്പെടുന്ന സമയങ്ങളിൽ നാം എല്ലാവരും വിളിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് ഈ മരണവും സമചിത്തതയോടെ അംഗീകരിക്കുവാൻ കുടുംബാംഗങ്ങളും ബന്ധുക്കളും നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. ജോസിയേട്ടന്റെ മരണം ഒരുപാട് ചിന്തകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. നാം എല്ലാവരും മരണമെന്ന പ്രതിഭാസത്തിന് വിധേയപ്പെടേണ്ടവരാണ്. ക്ഷണിക്കാതെ വരുന്നു, അത് വിടാതെ നമ്മളെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ മരണത്തെ ഇപ്രകാരം ചുരുക്കാം. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ സുഖസൗകര്യങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നു, നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നു, നമ്മൾ നേടിയെടുത്ത സ്വത്തുക്കളും പണവും എല്ലാം നമ്മൾ ഉപേക്ഷിക്കുന്നു, നമ്മുടെ അധികാരവും നമ്മുടെ സ്ഥാനമോഹങ്ങളും എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നമ്മെ അയച്ച പൊന്നുതമ്പുരാന്റെ അടുക്കിലേക്ക് യാത്രയാകുന്ന ഒരു പ്രതിഭാസമാണ് മരണം. ഗുരുക്കന്മാരിങ്ങനെ പറയാറുണ്ട്, ദൈവം ഈ ഭൂമിയിലേക്ക് നമ്മെ അയക്കുന്നു. അയച്ചവന്റെ അടുക്കിലേക്ക്
നമ്മെ കൊണ്ടുപോകുവാനായിട്ട് അല്ല തിരികെ പോകുവാനായിട്ട് അയച്ചവൻ അയക്കുന്ന വാഹനമാണ് മരണം. മരണത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. ജോസിയേട്ടനും മരണമെന്ന വാഹനത്തിൽ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നമുക്ക് മുമ്പേ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. തന്നെ അയച്ച പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്രയായിട്ട് നമുക്കിതിനെ കണ്ടുകൊണ്ട് ഈ മരണത്തെ നമുക്ക് അംഗീകരിച്ച് പ്രാർത്ഥനയോടുകൂടി നല്ലൊരു യാത്രയപ്പ് പിതാവായ ദൈവത്തിലേക്ക് നമുക്ക് ജോസിയേട്ടൻ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. ജോസിയേട്ടനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പള്ളിയിലെ ഇപ്പോഴത്തെ കൈക്കാരനായിരുന്നു. ഞാനാണ് പൊതുയോഗം വിളിച്ചു കൂട്ടിയത്. പൊതുയോഗ മധ്യത്തിൽ ജോസിയേട്ടന്റെ പേര് നിർദ്ദേശിച്ചപ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടു കൂടി ജോസിയേട്ടൻ സമ്മതിക്കുകയും തന്റെ ശുശ്രൂഷകൾ വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ജോസിയേട്ടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ കരട് ഷാപ്പിലെ ജോലിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ബലഹീനതകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ബലഹീനതകളെക്കാൾ ഉപരി ഒരുപാട് നന്മകൾ ഈ ജോസിയേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്കറിയാം, നല്ലൊരു ഭാര്യ മേരി ചേച്ചി. ഇനി ജോസിയേട്ടൻ എത്ര മദ്യപിച്ചാൽ പോലും, എത്ര വഴക്കുണ്ടാക്കിയാൽ പോലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജോസിയേട്ടനെ സ്നേഹിക്കുകയും കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഈ മാതാപിതാക്കൾക്ക് സാധിച്ചു എന്നുള്ളത് ജോസിയേട്ടന്റെ വലിയൊരു നന്മയായിട്ട് നമ്മൾ കാണണം. ഈ വീട്ടിൽ വരുമ്പോഴത്തേക്കും ജോസിയേട്ടൻ സ്നേഹം എന്ന് പറയുന്നത് വൈദികരോട് മാത്രമല്ല, സിസ്റ്റേഴ്സോട് മാത്രമല്ല, തന്റെ കൊച്ചു മക്കളോട്, ഈ വീട്ടിലേക്ക് കെട്ടിവന്നിരുന്ന ഭാര്യമാരോട് ഒക്കെ ജോസിയേട്ടൻ കാണിക്കുന്ന ആദരവും സ്നേഹവും ഒക്കെ നമ്മളിവിടെ തീർച്ചയായിട്ടും എടുത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. 2 വർഷം മുമ്പ് ജോസിയേട്ടൻ ആഗ്രഹം തോന്നി, തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണം, ഒരു ഒരുക്കം ആവശ്യമാണ്. ഒരുപക്ഷെ മേരി ചേച്ചിയുടെയും മക്കളുടെയും ഒക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കാം ഒരു ധ്യാനമൊക്കെ കൂടി ശരിക്കും ഒരുങ്ങി 1 വർഷത്തോളം ഒരു ആത്മീയമായ ജീവൻ നയിക്കുവാനായിട്ട് ജോസിയേട്ടൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവദർശനത്തിൽ അത് കൂടുതൽ സ്വീകാര്യമായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത കാലത്തും ജോസിയേട്ടൻ ആഗ്രഹമുണ്ടായിരുന്നു ഒരു മാറ്റം. നമുക്ക് ഒരു ഓർമ്മ ഉണ്ടാകാം, കഴിഞ്ഞ ഈസ്റ്ററിന് നമ്മൾ ഈസ്റ്റർ സമ്മാനം നറുക്കിട്ടെടുത്തപ്പോൾ ജോസിയേട്ടന്റെ പേരാണ് വീണത്. അന്ന് ജോസിയേട്ടൻ എന്നോടൊന്ന് പറഞ്ഞു, അച്ഛാ, ദൈവം എന്തൊക്കെയോ എന്നും ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്റെ പേര് ഇവിടെ നറുക്കെടുക്കപ്പെട്ടത്. അതുകൊണ്ട് അന്ന് ജോസിയേട്ടൻ ഞാൻ പറഞ്ഞു, നമുക്ക് കാര്യം ചെയ്യാം, അടുത്ത വർഷത്തെ കൈക്കാരനായിട്ട് ജോസിയേട്ടൻ കേട്ടുക. ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഒരുക്കം തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മുടെ ചില ബലഹീനതകൾ മാറ്റാൻ പറ്റും. ദൈവദർശനം നമുക്ക് കൂടുതൽ സ്വീകാര്യമായി മാറാൻ പറ്റും. ഒരുപക്ഷെ ഈ വക ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടാകാം വളരെ സന്തോഷത്തോടു കൂടി കൈക്കാര സ്ഥാനം ഏറ്റെടുത്ത് ഇടവകയോടും ബഹുമാനപ്പെട്ട അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അച്ഛനോടുമൊക്കെ വളരെ വിധേയത്വവും സ്നേഹവും പ്രകടിപ്പിച്ച് ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. നമുക്കറിയാം, ബൈബിളില് ദൈവം 5 തനിക്ക് ദൈവം നൽകിയ താലന്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഇവിടെ കൈകാരസ്ഥാനം ലഭിച്ചത് വഴിയൊക്കെ ജോസിയേട്ടൻ തന്റെ താലന്ത് വർദ്ധിപ്പിക്കുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. ഈ ഒരു വേർപാട് നമ്മെ ദുഃഖം ഉളവാക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് നന്മകൾ ബാക്കി വെച്ചിട്ട്, മാതൃകൾ ബാക്കി വെച്ചിട്ടാണ് യാത്രയായിരിക്കുക. ജോസിയേട്ടൻ ഇടവകയോടും കുടുംബാംഗങ്ങളോടും കാണിച്ച സ്നേഹവും ഈ മാതൃകയും ഒക്കെ നമുക്ക് സ്വായത്തമാക്കാം. നമുക്കറിയാം, മുഴക്കോടിലെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ വർഷമുണ്ട്. സഹോദരങ്ങളായ ഫിലിപ്പേട്ടനും ചാക്കോയ്ക്കും ബേബിക്കും തോമസ്, സാലിച്ചേച്ചി, ഇവർക്കൊക്കെ വിഷമമുണ്ടെങ്കിലും ഇവരുടെ കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജോസിയേട്ടനാണ് ഈ കുടുംബത്തെ ഒന്നിപ്പിച്ചു കൊണ്ടുപോയത്. ചെറിയ പരിപാടികൾ ഉണ്ടായിക്കൊണ്ടേ ഇവരെല്ലാവരും ഒന്നിച്ചു കൂടുമായിരുന്നു. മക്കളും കൊച്ചുമക്കളും സഹോദരങ്ങളും എല്ലാം ഒന്നിച്ചുകൂടി തമാശ പറഞ്ഞ് സ്നേഹം പങ്കിടുന്ന കാര്യത്തിൽ ജോസിയേട്ടന് വലിയൊരു നേതൃത്വ വാസന ഉണ്ടായിരുന്നു കുടുംബാംഗങ്ങളെ ഒന്നിപ്പിക്കുന്ന കാര്യത്തിൽ. അപ്പൊ തീർച്ചയായിട്ടും ഇനി മറ്റു മക്കള്, സഹോദരങ്ങളൊക്കെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജോസിയേട്ടൻ നമുക്ക് നൽകിയ ഈ കുടുംബ സ്നേഹം, ഒന്നിപ്പിക്കുന്ന ഈ സ്നേഹം, അതിന്റെ യാതൊരു വ്യത്യാസവും കൂടാതെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ അടുപ്പിക്കുവാനും കൂട്ടിയിണക്കുവാനും അങ്ങനെ ഒറ്റ ഒരു സഹോദര സ്നേഹത്തില് ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന കുടുംബമായിട്ട് ഇനിയും ഈ കുടുംബാംഗങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതും ജോസിയേട്ടന്റെ മാതൃക നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ചില ബലഹീനതകളൊക്കെ ജോസിയേട്ടൻ ഉണ്ടായിട്ടുണ്ട്, ചില കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതെല്ലാം ഈ യാത്രയിൽ നീങ്ങിപ്പോകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോസിയേട്ടന്റെ ഒരു കാര്യത്തിൽ ചില കാര്യങ്ങൾ കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ
അപ്പന്മാര് മരിച്ച ഡേറ്റില് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റില് കൃത്യം പള്ളിയിൽ വന്ന് 2 ദിവസം മുമ്പേ വന്ന്, അത് വഴിവെച്ചല്ല, കറക്റ്റ് മുറിയിൽ വന്ന് ഡയറി എടുത്ത് എഴുതിപ്പിച്ച് ആ ദിവസം പള്ളിയിൽ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃത്യനിഷ്ഠ പിന്നീട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ളത് സമർപ്പിക്കുവാനായിട്ട് യാതൊരു മടിയും കൂടാതെ, അത് ഉൽപ്പന്ന പിരിവായിക്കോട്ടെ, പള്ളിയുടെ പിരിവായിക്കോട്ടെ, എന്ത് പിരിവായിക്കോട്ടെ, വളരെ കൃത്യമായിട്ട് തനിക്ക് ഉള്ളത് സമർപ്പിക്കുവാനായിട്ടുള്ള വലിയൊരു കഴിവ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇദ്ദേഹത്തെ ഓർക്കാം. ബലഹീനതകള് കുറവുകളൊക്കെ മാറിപ്പോവാൻ നമുക്ക് ഓർക്കാം. ഇദ്ദേഹത്തിന് ആത്മശാന്തിക്ക് വേണ്ടി തുടർന്നുള്ള പ്രാർത്ഥന ശുശ്രൂഷ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയിലും തീർച്ചയായിട്ടും നമുക്ക് നൽകിയ മാതൃക പോലെ വിശുദ്ധ കുർബാന നിങ്ങൾ പങ്കെടുക്കുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടൊപ്പം ജോസിയുടെ ആത്മശാന്തിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനായിട്ട് കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുക. പരസ്പരം പ്രാർത്ഥിച്ച് കുടുംബാംഗങ്ങളെ നമുക്ക് ആശ്വസിപ്പിച്ച് നമുക്ക് ജോസിയുടെ സന്തോഷത്തോടുകൂടി ദൈവദൃശ്യത്തിലേക്ക് യാത്രയാക്കുവാൻ പരിശ്രമിക്കാം. ഇത് നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ തന്നെ കർത്താവേ ഈ ആത്മാവിന്റെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽത്തായിരുന്നതിന് മൂല്യമായ രക്തം ചിന്തിയ ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുദാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിജയ ദിവസത്ത് അങ്ങയുടെ മാത്തത്തിന്റെ പ്രതയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, അങ്ങയുടെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുല മാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലോണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി,
എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ
പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പോകുന്നു ഞാൻ. പോകുന്നു. നിശ്ചികാവനോടുകൂടെ യാതൊരു വലുഭാഗം നിർത്തുമാറാകട്ടെ.
ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനേ ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. പരിശുദ്ധ മറ്റു ഉദാശകളാൽ എന്റെ ആത്മാവിന്റെ മാറുകയും ചെയ്യാൻ പ്രിയപ്പെട്ട ദേവാലയമേ ഞാൻ പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയമായ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ ഭൂമിയിലും എന്റെ സ്നേഹം നിങ്ങളോട് ഉണ്ടായിരിക്കും. സ്വരാജ്യം നാം ലഭിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ അക്ഷയാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല. ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല. ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. പ്രാർത്ഥന തൻ പൂത്താലവുമായി നിന്ന സന്യാസിനികളെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, എന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കപടപത്ര മനോഹരമാകുന്നു. വിശുദ്ധമായ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപക്ഷവും വിശുദ്ധ തീരത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വിശ്രമം നൽകേണ്ട ഈ കപടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സോപ്പ കൊണ്ടെന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം നീക്കുമാമേ. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മുടക്കുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലതു ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായസ്ഥലത്തുകൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാവുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിൽ ഞാൻ കീർത്തിക്കും. കർത്താവിൽ ഞാൻ ആശ്രയിച്ചു. കർത്താവേ അതുവാൻ ഞങ്ങൾക്കൊച്ചാലും രക്ഷയുമേറും നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജീവൻ നൽകി മഹോന്നതമാ
നമിക്കുന്നു. ഈശോ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ജീവന്റെയും മനസ്സിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ ആശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും നാഥനണഞ്ഞിടും അന്തിമനാളി കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയത്തവനായി ചിരമഹിമാവി പിന്നെ വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണിഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. പരിഗണിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നൊരു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും. പാപങ്ങൾ കഴിക്കണമേ. ഇതുകൊണ്ടെന്നാൽ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ പാപങ്ങൾ തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ എന്റെ ഈ ദാസനെ വിളിക്കുകയും നമ്മുടെ ഭാഗത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും തീരുമാനമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മക്കളോട് ഉയർപ്പിക്കണമേ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാ കർത്താവേ, അനുഗ്രഹിക്കണമേ. മഹനീയമായ ജീവൻ നൽകി തൊഴിലാളിമാരെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ അംഗത്തെ അനുഗമിക്കുകയും ഈ സംസ്കാരത്തിൽ സഹകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരും ദിവസമൃതമായ അംഗീകരിക്കുമാറാകട്ടെ. അവരുടെ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. വയലിലെ പൂ പോലെ കൊഴിഞ്ഞു പോകാം പിന്നെ തൽസ്ഥാനമതിനെ വിസ്മരിക്കാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാണുന്നതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മ
ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ. കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ.